ഏതൊരു നാടിൻ്റെയും സംസ്കാരത്തെ നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. സഭ ഇക്കാര്യം ഏറ്റവും ആദ്യം തിരിച്ചറിയുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു. സഭ വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് നൽകിയിട്ടുള്ള അതുല്യമായ സംഭാവനകളാണ് ഇന്ന് ലോകത്തിൻ്റെ തന്നെ ഗതിവിഗതികളെ നിയന്ത്രിക്കുക. ഏറെ പ്രത്യേകമായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്ന മിഷണറിമാർ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ അതുല്യമായ സംഭാവനകൾ ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകമെങ്ങും കേരളത്തെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചു. വിദ്യാഭ്യാസം ഏറ്റവും പ്രാധാന്യത്തോടെ കാണുകയും അത് വളരുന്നൊരു തലമുറയ്ക്ക് നൽകുകയും ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുക, ഈ ഒരു വലിയ ദൗത്യമാണ് സഭ എന്നും ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെ. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് 2014 തിരുവാമ്പാടിയിൽ, കുടിയേറ്റ ഗ്രാമമായ തിരുവാമ്പാടിയിൽ കുടിയേറ്റ ജനതയുടെ വളർച്ചയ്ക്കായിട്ട് ആ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി അൽഫോൻസ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അൽഫോൻസ കോളേജ് ആരംഭിച്ചത്. വളരെ കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു ചെല്ലുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളത് കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ഈ കോളേജിൻ്റെ വളർച്ചയ്ക്കായിട്ട് പിന്തുണ നൽകിയ എല്ലാവരെയും കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഒരു വ്യക്തിയെ ഉത്തമ വ്യക്തിത്വമുള്ള ആളായിട്ട്, പൗരനായിട്ട് മാറ്റുന്നത് എന്താണ്? അത് അച്ചടക്കമാണ്. അച്ചടക്കമുള്ളവർക്കേ സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അരാജകത്വമായിരിക്കും സമൂഹത്തിൽ ഉണ്ടാവുക. അത് എന്നും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, പ്രതിസന്ധിക്ക് കാരണമാകും. അൽഫോൻസ കോളേജ് ആരംഭിക്കുമ്പോൾ അച്ചടക്കമുള്ള ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാധിച്ചു എന്ന് തന്നെ നമുക്കറിയാം. ഉത്തമ പൗരന്മാർ എന്നാൽ സമൂഹത്തെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം, രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കണം. ഇതാണ് ഉത്തമ പൗരന്മാർ എന്നതുകൊണ്ട് നാം ലക്ഷ്യം വെക്കുക. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അൽഫോൻസ കോളേജിന് ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും വ്യക്തമായി അറിവുള്ളതാണ്. നമുക്ക് ഈ കോളേജിനെ സ്നേഹിക്കുകയും ഈ കോളേജിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിൻ്റെ ലക്ഷ്യം സ്നേഹമുള്ള ഒരു സമൂഹം നമുക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം. അവർ നഗരങ്ങളിലുള്ള കുട്ടികളെ പോലെ ഉന്നതമായ ശ്രേണികളിലേക്ക് എത്തി ഈ സമൂഹത്തിന് വലിയ സംഭാവന ചെയ്യുവാൻ സാധിക്കണം. മറ്റാരുടെയും പിന്നിലാകുവാൻ പാടില്ല കുടിയേറ്റ പ്രദേശങ്ങളിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഈ കോളേജിൻ്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് മുന്നേറാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.